हरि ओम श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करम्। समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। ॐ श्री त्रिपुरसुन्दर्यै नमः। हरि ओम्। മംഗളശ്ലോകം ചൊല്ലാം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനി ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. നമ്മൾ കണ്ടത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും എന്നാണ്. അതായത് ശക്തിയോട് ചേർന്നല്ലാതെ ബ്രഹ്മത്തിന് പ്രകർഷേണ ഭവിക്കാൻ സാധ്യമല്ല എന്നതാണ് അർത്ഥം. അതായത് ത്രിഗുണാത്മികയായ ആ പരബ്രഹ്മസ്വരൂപിണിയെ കൂട്ടുപിടിച്ച് മാത്രമേ പരബ്രഹ്മത്തിന്, അതായത് സൃഷ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ നാരായണീയത്തിലും കണ്ടതാണ്. അങ്ങനെ വിരാട് രൂപം മായാദേവിയോട് ആയിട്ട് കൂട്ടുപിടിച്ച് വിരാട് രൂപം ആയി ഭഗവാൻ, അതിലൂടെ പിന്നെ എല്ലാ പ്രപഞ്ചങ്ങളും ഉണ്ടായി എന്നാണ് പറയപ്പെട്ടത്. അതായത് ദേവി ത്രിഗുണാത്മികയാണ്, ഭഗവാനാണെങ്കിലോ നിർഗുണനാണ്. അതായത് ഗുണങ്ങളൊന്നും ഭഗവാന് പ്രകടമാക്കില്ല. എന്നാൽ അവതാരം എടുത്താൽ അതൊക്കെ ഉണ്ടാവും. അല്ലാതെ പരബ്രഹ്മത്തിന് അങ്ങനെ ഗുണപ്രകടനമൊന്നും ഇല്ല. നമ്മൾ രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. തനീയാം സംപാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമവി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധിം. പദച്ഛേദം ചെയ്യാം. തനീയാംസം പാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാൻ അവികലം വഹതി ഏനം ശൗരി കഥം അഭി സഹസ്രേണ ശിരസാം ഹര സംക്ഷുദ്യേനം ഭജതി ഭസിതോധോളന വിധിം. അതായത് വിരിഞ്ചി പറഞ്ഞാൽ ബ്രഹ്മാവ് ദേവിയുടെ ചരണപങ്കേരുഹഭവം പാതാരവിന്ദങ്ങളിൽ നിന്നുണ്ടായ തനീയാംസം ഏറ്റവും ചെറുതായ പാംസു, ലോകബീജം എന്നാണ് പറയുന്നത്. അതായത് പാംസു എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് അർത്ഥം, വിത്ത്, ലോകബീജം. സഞ്ജിന്യൻ സമ്പാദിച്ച് വയ്ക്കുന്നവനായിട്ട്, ലോകാൻ 14 ലോകങ്ങളെ, അവികലം പരസരസങ്കീർണങ്ങളായ
ആയിത്തീരാത്ത വിധത്തിൽ പരസര സങ്കീർണങ്ങളായി തീരാത്ത വിധത്തിൽ വിരചയതി സൃഷ്ടിക്കുന്നു. ശൗരി പറഞ്ഞ മഹാവിഷ്ണു ആദിശേഷരൂപനായിട്ട്, വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ, ആദിശേഷരൂപനായിട്ട് ഏനം ലോകരൂപമായ ഈ പൊടിയെ, അതായത് ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ഉള്ള പൊടി പറ്റിപ്പിടിച്ച പൊടിയെ ശിരസ്സുകളുടെ, അതായത് എങ്ങനത്തെ ശിരസ്സാണ് ആദിശേഷന് സഹസ്രേണ 1000 കൊണ്ട്, 1000 ശിരസ്സുണ്ട്, 1000 കൊണ്ട് കഥമവി വളരെ പണിപ്പെട്ട് വഹതി താങ്ങി രക്ഷിക്കുന്നു. നമ്മുടെ ഈ 14 ലോകങ്ങളെയും താങ്ങി രക്ഷിക്കുന്നത് ആദിശേഷനാണെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. പിന്നെയുള്ളത് രുദ്രൻ. ഏനം ഈ പൊടിയെ സംക്ഷുദ്ധ്യ നല്ലവണ്ണം മർദ്ദിച്ച് പൊടിച്ചിട്ട് അതായത് ലോകങ്ങളെല്ലാം നേത്രാഗ്നിയിൽ ദഹിപ്പിച്ച് ഭസ്മമാക്കിയിട്ട് ഭസിതോദ്ധൂളന വിധി ഭസ്മോദ്ധാരണ കൃത്യത്തെ, അതായത് ഭഗവാൻ ഭസ്മം ധാരണം ചെയ്യും അല്ലേ, ഭസ്മം പൂശും ഭഗവാൻ. അപ്പോൾ ഭജതി, അപ്പോൾ അങ്ങനെയുള്ള ലീലയെ അനുഷ്ഠിക്കുന്നു. എങ്ങനെ? സംഹാരം ചെയ്തിട്ട് ഭഗവാൻ അങ്ങനെയുള്ള ലീലയെ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നത്, അതായത് ശിവഭഗവാൻ മഹാദേവൻ. അപ്പോൾ ഇവിടെ അതിസൂക്ഷ്മമായ രജകണത്തെ, പാംസുവിനെ, അതായത് പൊടികളെ ഭഗവതിയുടെ ചരണപങ്കേരുഹഭവൻ താമരപ്പൂക്കള പോലെയുള്ള പാതാരവിന്ദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായ ആ പൊടികളെ ബ്രഹ്മാവ് വിരിഞ്ചനഹ എന്ന് അമരശേഷത്തിൽ അഭിധാനവുമുണ്ട്. അതായത് സഞ്ജിന്നൻ സമ്പാദിച്ച് വെച്ചിട്ട്, അതായത് ഭാണ്ഡമാക്കിയിട്ട് സമ്പാദിച്ച് വെക്കും അത്രേ വിരിഞ്ച ഭഗവാൻ. എന്തിനാ? അതായത് ബ്രഹ്മാവ് വിരചയതി വിവിധങ്ങളാക്കി ചെയ്യുന്നു, അതായത് സ്ഥാവരജംഗമായ ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു വിരിഞ്ച ഭഗവാൻ. ഇത് ഈ പാദധൂളി സമ്പാദിച്ച് വെച്ചിട്ട് ആണ് ചെയ്യുന്നത് എന്നാണ് സാരം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമി തുടങ്ങിയ 7 ഊർധ്വലോകങ്ങളും അദലം തുടങ്ങിയ 7 അധോലോകങ്ങളുമാകുന്ന 14 ലോകങ്ങളെയും സൃഷ്ടിക്കുന്നു എന്നർത്ഥം. അപ്പം എന്ത് വേണം? അന്യോന്യം കൂടിക്കലരാതെ യഥാക്രമമാകും വണ്ണം, അതായത് ഈ പ്രളയം വരെ വൈകല്യം വരാതെ ഭവിക്കാത്ത വിധത്തിൽ രക്ഷിക്കുന്നു എന്ന്. 14 ലോകങ്ങളായി സ്ഥിതി ചെയ്യുന്ന ഈ പാംസു കണത്തെ, അതായത് ഈ പൊടിയെ എന്നാൽ ഭഗവാനോ ശൗരി എങ്ങനെ ചെയ്യുന്നു? ബലഭദ്രസ്വാമി ആണ് ആദിശേഷൻ. ആ ബലഭദ്രസ്വാമി അത് സർപ്പരാജാവായ ആദിശേഷൻ ഇതിനെ താങ്ങി നിർത്തുന്നു. വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ബലഭദ്രസ്വാമിയും. അപ്പോൾ ശൗരി എന്ന പദത്തിന് വിഷ്ണുവെന്ന് തന്നെ അർത്ഥം ഭവിക്കുന്നു. പിന്നെ മഹാവിഷ്ണു ശിംശുരൂപമായിട്ട് 7 അധോലോകങ്ങളെയും ആദിശേഷനായിട്ട് 7 ഊർധ്വലോകങ്ങളെയും ധരിക്കുന്നു എന്നാണ് പറയുന്നത്. ശേഷപക്ഷത്തിലും രക്ഷാകൃത്യത്തിൻ്റെ അധികാരം വിഷ്ണുവിനാകയാൽ ശേഷരൂപിയായ വിഷ്ണുവെന്നു തന്നെ അർത്ഥം. വളരെ പണിപ്പെട്ട് 1000 ശിരസ്സുകൾ കൊണ്ട് അവസാന കാലത്തിൽ പ്രപഞ്ചത്തെ സംഹരിക്കുന്നതുകൊണ്ട് ഹരൻ, അതായത് ശിവഭഗവാൻ നല്ലവണ്ണം മർദ്ദിച്ച് ഈ പാദരജ കണത്തെ ഭജതി അനുഷ്ഠിക്കുന്നു, പൂശുന്നു എന്നർത്ഥം. ഭസിതോദ്ധൂളന വിധി ഭസ്മം കൊണ്ടുള്ള ഉദ്ധൂളനത്തിൻ്റെ പൂശലിൻ്റെ അനുഷ്ഠാനത്തെ ഭഗവാൻ അനുഷ്ഠിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പ്രപഞ്ച വിഷയമായ സൃഷ്ടിസ്ഥിതി ലയ കർത്തൃത്വം ഭഗവതീ പാതാരവിന്ദ രേണുവിൻ്റെ മാഹാത്മ്യത്തിന് അധീനമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഭാവം. സാരം പറയാം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്നുണ്ടായതും
ചെറുതിലും ചെറുതുമായ ഒരു പൊടിയെ സമ്പാദിച്ചിട്ട് ബ്രഹ്മാവ് ലോകങ്ങളെ ന്യൂനത കൂടാതെ സൃഷ്ടിക്കുന്നു. ആദിശേഷരൂപിയായ വിഷ്ണു തൻ്റെ 1000 ശിരസ്സുകൊണ്ട് ഇതിനെ താങ്ങി രക്ഷിക്കുന്നു. സംഹാര രുദ്രരൂപിയായ ഹരൻ ലോകരൂപിയായ ഈ പൊടിയെ ലലാടാഗ്നിയിൽ ദഹിപ്പിച്ച് ഭസ്മമാക്കി ഭസ്മോദ്ധൂളന കൃത്യത്തെ നിർവഹിക്കുന്നു. അതായത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആണ് ഈ 14 ലോകങ്ങളും സൃഷ്ടിസ്ഥിതി ലയ കാരണമായി ഭവിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഓം തത്സത്. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.